ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. ഇപ്പോൾ ജനങ്ങൾ ക്ലെയിം കൊടുക്കാൻ തുടങ്ങിയ പിന്നെ ഇപ്പോൾ ക്ലെയിം കൊടുക്കരുത് എന്ന് പറഞ്ഞ് നിർത്തിയവർ പോലും ഇപ്പോൾ എല്ലാവരും ക്ലെയിം കൊടുത്തോളൂ, 3 വർഷ കാലാവധിയാകാൻ പോകുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ രേഖകൾ അല്ലെങ്കിൽ നിക്ഷേപകരായിട്ടുള്ള ഞങ്ങളുടെ കാര്യം എവിടെയും പരാമർശിക്കപ്പെടില്ല, അറ്റ്ലീസ്റ്റ് കോടതി രേഖകളിലെങ്കിലും അല്ലെങ്കിൽ സർക്കാരിൻ്റെ പക്കൽ നിങ്ങളുടെ പേര് വിവരങ്ങൾ വരണമെങ്കിൽ ഇപ്പോൾ തന്നെ ക്ലെയിം കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് സൊസൈറ്റി തട്ടിപ്പുകാരന്മാർ ഹൈറിച്ചിൽ നിന്ന് ഒരുപാട് പണമുണ്ടാക്കി ഇപ്പോൾ തൊഴിലും വരുമാനവും, തൊഴിലാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്, അവർക്ക് പണമല്ല നഷ്ടപ്പെട്ടിരിക്കുന്നത്, തൊഴിൽ നഷ്ടപ്പെട്ട ആൾക്കാർ ഇപ്പോൾ ഒരു സൊസൈറ്റിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരെ പിന്തുണച്ച് ഈ ഹൈറിച്ചിൻ്റെ നിയമങ്ങളൊക്കെ പഠിച്ചു എന്ന് അവകാശപ്പെടുന്നവനും കൂടി വന്നിട്ടുണ്ട്. അവനും പറയുന്നത് പിന്നെ കൊടുത്താൽ മതി, ഞങ്ങളുടെ കേസുകളൊക്കെ തന്നെ ക്രിമിനൽ കേസാണ്, ക്രിമിനൽ കേസിന് പരാതി കൊടുക്കാൻ വേണ്ടി സമയപരിധിയില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ബഡ്സ് ആക്ടിലും അതുപോലെ തന്നെ ബഡ്സ് ആക്ട് ശേഷം വന്ന ബഡ്സ് റൂളിലും കേന്ദ്രത്തിൻ്റെ റൂളിലും എല്ലാം തന്നെ പറയുന്നത് ഡെസിഗ്നേറ്റഡ് കോടതിയുടെ നടപടിക്രമങ്ങൾ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908 ആസ്പദമാക്കിയായിരിക്കും എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ക്ലെയിമുകൾ എല്ലാം തന്നെ അവസാനം പാസ്സാക്കേണ്ടത് ഇതിനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന കോടതിയായ ഡെസിഗ്നേറ്റഡ് കോടതിയാണ്. ഡെസിഗ്നേറ്റഡ് കോർട്ട് തൃശ്ശൂർ 3 അല്ലെങ്കിൽ ഓരോ ജില്ലയിലും ഇത്തരത്തിലുള്ള കോടതികൾ ബഡ്സ് ആക്ടിന് അനുസരിച്ച് നിയമിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ജഡ്ജിമാരും ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ നിയമത്തിൽ തന്നെ പറയുന്നത് ഇവിടെ അതിൻ്റെ സെക്ഷൻ 9 പറയുന്നത് procedure to be adopted by the designated court. Designated court may regulate its own procedure and shall be guided by the principles of natural justice and a procedure contained in the Code of Civil Procedure 1908. അപ്പോൾ ഇതാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് പണ്ട് ക്ലെയിം കൊടുക്കേണ്ട ആവശ്യമില്ല, ആരാണ് കലക്ടർ കോടതിയേക്കാൾ വലുതാണോ എന്നൊക്കെ ചോദിച്ച ആൾക്കാർ പോലും ഇപ്പോൾ ക്ലെയിം കൊടുക്കൂ എന്ന് പറഞ്ഞ് നിരന്തരം ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ ഈ കോടതിയുടെ നടപടിക്രമങ്ങൾ കണ്ട ആൾക്കാർക്കും അറിയാം. ബെച്ചു കുര്യൻ സാറ് പറഞ്ഞിട്ടുണ്ട്, ഈ ക്ലെയിം കൊടുക്കുന്ന കാര്യത്തിൽ അത് സിവിൽ കോടതിയുടെ അതേ കാര്യങ്ങളാണ് പാലിക്കപ്പെടേണ്ടത് എന്ന്. അപ്പോൾ അദ്ദേഹമാണ് ഇനിയും നിങ്ങൾക്ക് ക്ലെയിം പെറ്റീഷൻ സ്വീകരിക്കാം, 3 വർഷമായില്ല എന്ന് പറഞ്ഞ് ക്ലെയിം പെറ്റീഷൻ ഇനിയും കോൾ ഫോർ വിളിച്ചോളൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനെ അനുസരിച്ചാണ് തൃശ്ശൂർ ജില്ലാ കളക്ടർ ക്ലെയിം വിളിച്ചതും 239 പേർ ആദ്യം തന്നെ ക്ലെയിം സമർപ്പിച്ചതും. അപ്പോൾ ഇപ്പോൾ നിരവധി ആൾക്കാർ വിവിധ ജില്ലകളിലായി നിരവധി ആൾക്കാർ കൂട്ടമായിട്ട് ഇപ്പോൾ ക്ലെയിം കൊടുക്കുന്നു എന്നുള്ള കാര്യമാണ് കാണുന്നത്. അപ്പോൾ അതിനെ തടയിടാൻ വേണ്ടി ലീഡർമാരും പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇനിയും ലീഡർമാരുടെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ നിക്ഷേപിച്ച പണം 10 ഇരട്ടി കിട്ടാനും 3 ഇരട്ടി കിട്ടാനും ഒക്കെ വേണ്ടി നിങ്ങൾ നിക്ഷേപിച്ച പണം നിങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും എന്നാണ് പറയാനുള്ളത്.